Good morning, everyone. Good morning, ma'am. Okay, in the last class, we have discussed about the COCOMO model. What do you mean by COCOMO? What is that? COCOMO? Anyone? Empirical model. Okay, empirical model. Full form. That is constructive cost model. Okay, constructive cost model. It is the best algorithmic cost modeling. Different versions of COCOMO is available. It is start from the 1981. So the first version is COCOMO 81. The latest version is COCOMO 2. It is an empirical model. What is empirical model? That means it creates model by using observation and experiments. It's a combination of both observation and experimental model. So that is why we can call it as an empirical model. We can collect data from different or large number of projects of different sizes. So this data can be analyzed to discover the formulas to best fit for the organization. Formulas can be linked to the size of the system, product and project and also the team factors. എന്താ കൊക്കോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എംപെരിക്കൽ മോഡലാണ്. ആ എംപെരിക്കൽ മോഡൽ എന്താ ചെയ്യുക? ഒരുപാട് ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് സൈസുള്ള ഒരുപാട് ഓർഗനൈസേഷൻ്റെ അതിൽ ഡാറ്റ കളക്ട് ചെയ്യും. ആ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും? അത് അനലൈസ് ചെയ്തിട്ട് ഏതാണോ നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമുല, ആ ഫോർമുല ആയിരിക്കും ഈ ഒബ്സർവേഷൻ കളക്ട് ചെയ്ത ഡാറ്റ ഉണ്ടാവില്ലേ, ആ കളക്ട് ചെയ്ത ഡാറ്റയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമുല ഏതാണ് ആ ഫോർമുല ആയിരിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഫോർമുല എങ്ങനെയൊക്കെ ലിങ്ക് ചെയ്യുക? സൈസിനോട് ലിങ്ക് ചെയ്യണം, അതുപോലെ പ്രൊഡക്റ്റിനോട്, അതേപോലെ പ്രൊജക്റ്റിനോട്, ദെൻ ടീം ഫാക്ടേഴ്സ്, അതിനകത്ത് ടീം മെമ്പേഴ്സ് അവരുടെ എഫേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ലിങ്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല. അപ്പോൾ ആ ഫോർമുല എങ്ങനത്തെ ആയിരിക്കണം? ഇതിനോട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോർമുല ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കോക്കോമോ 2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫ്രീലി അവൈലബിൾ മോഡലാണ്. സോ ഇറ്റ് ഇസ് സപ്പോർട്ടഡ് ഓപ്പൺ സോഴ്സ് ടൂൾസ്. ഓക്കെ ആണല്ലോ, ഇതൊരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് ബൊഹാമാണ്. ബൊഹാമും അതേപോലെ അദ്ദേഹത്തിന്റെ കൊളീഗ്സും ചേർന്നിട്ടാണ് കോക്കോമോ മോഡൽ ഡെവലപ്പ് ചെയ്തത്. കോക്കോമോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അതിന്റെ മെയിൻ രണ്ട് ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് എഫേർട്ടും മറ്റൊന്ന് ഷെഡ്യൂളുമാണ് കേട്ടോ. അതിന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ഏത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? കോക്കോമോ 2. അതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഏതിനുണ്ടാവും? കോക്കോമോ 2 ഉണ്ടാവും. കൂടാതെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടി അതിനുണ്ടാവും. അപ്പോൾ കോക്കോമോ 2 മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏതിലായിരിക്കും? ഒന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ, മറ്റൊന്ന് റീയൂസിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കോക്കോമോ 2 എന്ത് ചെയ്യുന്നുണ്ടാവുക? കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ സപ്പോർട്ട് ദി ഡൈനാമിക് ലാംഗ്വേജസ്. ഓക്കെ, എന്താ ഈ ഡൈനാമിക് ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡൈനാമിക് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ റൺ ടൈമിൽ നമുക്കത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡൈനാമിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈമിൽ വി ക്യാൻ മോഡിഫൈ ഇറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൈത്തൺ, റൂബി, PHP എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ് ഇല്ലേ, അതൊക്കെ ഡൈനാമിക് ലാംഗ്വേജസ് ആണ്. അതുപോലെ ഈ കോക്കോമോ 2 സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാബേസ് പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, ആ ഡാറ്റാബേസ് പ്രോഗ്രാമിങ്ങിനെ ഒക്കെ നമ്മുടെ കോക്കോമോ 2 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി കോക്കോമോ 2യുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ദർ ആർ സെവറൽ സബ് മോഡൽസ് കോക്കോമോ 2 ക്യാൻ ബി സപ്പോർട്ടഡ്. സബ് മോഡൽസ് ഉണ്ട്. സബ് മോഡൽസ് ആണ് ഫസ്റ്റ് വൺ, application composition model. Before that, you can see one figure. This is the COCOMO estimation model. Okay, in the middle part, you can see the submodels: application composition model, early design model, reuse model, and post architecture model. These are the four submodels within COCOMO: application composition model, early design model, reuse model, and post architectural model. What is application composition model? It is based on number of application points, and another one is early design model based on function points.
പിന്നെ നമ്മൾ പറഞ്ഞതാണ് എന്താ ആപ്ലിക്കേഷൻ പോയിന്റ്, എന്താ ഫംഗ്ഷൻ പോയിന്റ് എന്നുള്ളത്. വാട്ട് ഇസ് ആപ്ലിക്കേഷൻ പോയിന്റ്? ആപ്ലിക്കേഷൻ പോയിന്റ് എന്താണ് പറയുന്നത്? അതായത് എത്രമാത്രം, അതായത് എന്തുമാത്രം ആപ്ലിക്കേഷൻസ് അല്ലേ, അല്ലെങ്കിൽ ഡിസൈൻ പ്രഷേഴ്സ്. നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എത്രമാത്രം പ്രഷർ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തിക്നെസ്, ആപ്ലിക്കേഷന്റെ തിക്നെസ്, അത് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ എന്ത് പറയാം? ആപ്ലിക്കേഷൻ പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഫംഗ്ഷൻ പോയിന്റ് എന്തായിരിക്കും? അതും ഫംഗ്ഷൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഫംഗ്ഷനാലിറ്റി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ അവർ പ്രൊജക്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ പോയിന്റിനെയും ആപ്ലിക്കേഷൻ പോയിന്റിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ മോഡൽസ്, സബ് മോഡൽസ് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡൽ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഏർലി ഡിസൈൻ മോഡൽ എന്ന് പറയുന്നത് ഫംഗ്ഷൻ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ റീയൂസ് മോഡൽ നോക്കിയേ. റീയൂസ് മോഡൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ് റീയൂസ്ഡ് ഓർ ജനറേറ്റഡ്. അവിടെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് റീയൂസ് മോഡൽ ഉണ്ടാക്കുന്നത്? നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്, അതായത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ലൈൻസ് ഓഫ് കോഡ്. ഓക്കെ. ലാസ്റ്റ് വൺ പോസ്റ്റ് ആർക്കിടെക്ചറൽ മോഡൽ. അത് ബേസ് ചെയ്യുന്ന എന്താണ്? നമ്പർ ഓഫ് ലൈൻസ് ഓഫ് സോഴ്സ് കോഡ്. പോസ്റ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോസ്റ്റ് ആർക്കിടെക്ചർ മോഡൽ. അപ്പോൾ ഇത് ഓരോന്നും എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡൽ സാധാരണ യൂസ് ചെയ്യുന്നത് സിസ്റ്റം ഡെവലപ്ഡ് യൂസിങ് ഡൈനാമിക് ലാംഗ്വേജസ്, DB പ്രോഗ്രാമിംഗ്. പറഞ്ഞല്ലോ, ഡൈനാമിക് ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈമിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസ് ആണ്. റൺ ടൈമിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ ഡൈനാമിക് ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് കുറേ ലാംഗ്വേജസ് നിങ്ങൾക്ക് പറയാം. അതുപോലെ DB പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരിക്കും അല്ലേ. പിന്നെ ഏർലി ഡിസൈൻ മോഡൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ എഫേർട്ടാണ്. ഇനീഷ്യൽ എഫേർട്ട് എസ്റ്റിമേഷൻ ബേസ്ഡ് ഓൺ സിസ്റ്റം റിക്വയർമെന്റ് ആൻഡ് ഡിസൈൻ ഓപ്ഷൻസ്. ഓക്കെ. അപ്പോൾ എന്താണ് ഏർലി ഡിസൈൻ അല്ലേ, അപ്പോൾ ഡിസൈൻ ചെയ്തതിന് മുന്നേ. അപ്പോൾ ഇനീഷ്യൽ എഫേർട്ടാണ് അതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദെൻ റീയൂസ് മോഡൽ. റീയൂസ് എന്തായിരിക്കും? ഇന്റഗ്രേറ്റ് ദി റീയൂസബിൾ കോമ്പണൻസ്. റീയൂസബിൾ കോമ്പണൻസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് കോഡ്. ഓക്കെ. പോസ്റ്റ് ആർക്കിടെക്ചർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് എഫേർട്ട് ബേസ്ഡ് ഓൺ ദി സിസ്റ്റം ഡിസൈൻ ആപ്ലിക്കേഷൻ. പോസ്റ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു, അതിന് ശേഷമുള്ള കാര്യങ്ങൾ അതായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന്റെ ഒക്കെ ഡെഫിനേഷൻ എന്താണ്? ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ മോഡൽ. ആപ്ലിക്കേഷൻ മോഡൽ എന്ന് വെച്ചാൽ ദിസ് എഫേർട്ട് റിക്വയർഡ് ടു ഡെവലപ്പ് systems that are created for reusable components like scripting, database programming. Okay. അപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയറിന്റെ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ പോയിന്റ് ആയിരിക്കും. അത് മാത്രമല്ല ബേസ്ഡ് ഓൺ പ്രൊഡക്ടിവിറ്റി ഫോർമുലയിൽ നമുക്ക് എവിടെ ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഇന്നലെ നമ്മൾ അൽഗോരിതമിക് കോസ്റ്റ് മോഡലിംഗ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ പഠിച്ചില്ലേ, എഫേർട്ട് ഈക്വൽ ടു A ഇൻറ്റു സൈസ് റേസ് ടു B ഇൻറ്റു M. ആ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല ഉണ്ടല്ലോ, ആ ഫോർമുലാസ് ഒക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡലിൽ യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് ഏർലി ഡിസൈൻ മോഡൽ. ഏർലി ഡിസൈൻ മോഡൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഏർലി സ്റ്റേജസ് ഓഫ് ദി സിസ്റ്റം ഡിസൈൻ അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും? റിക്വയർമെന്റ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏർലി ഡിസൈൻ മോഡൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദി സ്റ്റാൻഡേർഡ് എസ്റ്റിമേഷൻ ഫോർമുല. നമ്മൾ പറഞ്ഞത് തന്നെ സ്റ്റാൻഡേർഡ് എസ്റ്റിമേഷൻ ഫോർമുല എന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ട് ഈക്വൽ ടു A ഇൻറ്റു, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എസ്റ്റിമേഷൻ ഫോർമുല. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അതിന്റെ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ എഫേർട്ട് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവുക. എസ്റ്റിമേഷൻ എപ്പോഴും ബേസ് ചെയ്യുന്ന ഏതിനാണ്? ഫംഗ്ഷൻ പോയിന്റിനെയാണ്. മറക്കരുത്, ഫംഗ്ഷൻ പോയിന്റിനെ. ആ ഫംഗ്ഷൻ പോയിന്റിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് ലൈൻസ് കോഡ് ആക്കിയിട്ട് മാറ്റുകയാണ്, സോഴ്സ് കോഡ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് റീയൂസ് മോഡൽ. റീയൂസ് മോഡൽ ഇറ്റ് ഈസ് യൂസ് ടു കമ്പ്യൂട്ട് ദി effort required to integrate the reusable component. Integrate the reusable component and automatically generated the program code. Reuse ചെയ്യുന്നത് ആരെയാണ്? റീയൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പണൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അത് മാത്രമല്ല ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന കോഡ്സ് ഉണ്ടാവില്ലേ, അവരെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? റീയൂസ് ചെയ്യണം. ഓക്കെ. So model can be used to compute the effort required to integrate the reusable component and automatically generated for the program code. Mainly reuse model is used with the conjunction of post architectural model. Reuse model ആയിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പോസ്റ്റ് ആർക്കിടെക്ചറൽ മോഡലിന്റെ കൂടെ ആയിരിക്കും reuse model യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ലാസ്റ്റ് വൺ പോസ്റ്റ് ആർക്കിടെക്ചറൽ മോഡൽ. വൺസ് ദി സിസ്റ്റം architecture has been designed and more information about the system is available, we can use the standard formula for cost estimation. ഇവിടെ എന്താ?
കംപ്ലീറ്റ് സിസ്റ്റം ഡിസൈൻ ആയിട്ടുണ്ട്, പിന്നെ എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പിന്നെ പോസ്റ്റ് ആർക്കിടെക്ചർ മോഡൽ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. നമ്മളിവിടെ ഇക്വേഷൻ പറയുന്ന സമയത്ത് അതിലൊരു എം എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് എം? എം ഇസ് ദി മൾട്ടിപ്ലയർ അല്ലേ? അപ്പൊ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താ? അത് റിഫ്ലക്ട് ചെയ്യുന്ന എന്തിനായിരിക്കും? പ്രോഡക്റ്റിനെ, ആ പ്രോസസ്സിനെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഈ പോസ്റ്റ് ആർക്കിടെക്ചറൽ മോഡലിൽ വി ക്യാൻ യൂസ് 17 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലയേഴ്സ്. 17 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലയേഴ്സ്. അതുപോലെ ഏർലി ഡിസൈൻ മോഡൽ ഉണ്ടല്ലോ, ഏർലി ഡിസൈൻ മോഡൽ, അതിൽ 7 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. 7 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലയേഴ്സിന് യൂസ് ചെയ്യാം. പോസ്റ്റ് ആർക്കിടെക്ചറിൽ 17 ടൈപ്സ് ആണ്, ഏർലി ഡിസൈൻ്റെ അകത്ത് 7 ടൈപ്സ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാം. നമുക്ക് അത് ഏതൊക്കെയാണെന്നുള്ളത് പറയാട്ടോ. നെക്സ്റ്റ് വൺ, ഈ കോക്കോമോ മോഡൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള, ലാർജ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ കോക്കോമോ മോഡൽസ് തന്നെ യൂസ് ചെയ്യുക, പക്ഷെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. പിന്നെ ഡിഫറെന്റ് ടെക്നോളജീസ് മെയിൻലി നല്ല രീതിയിൽ നമുക്ക് ഡിഫറെന്റ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാം, സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് കോക്കോമോ മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലക്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ് മോഡൽസും അല്ലെങ്കിൽ എല്ലാ മെത്തേഡ്സും നല്ല ആക്യുറസി പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല അല്ലെ. ഇതിൽ എല്ലാ സബ് മോഡൽസും ഒരേ രീതിയിലായിരിക്കില്ല ആക്യുറസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് എസ്റ്റിമേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അത്ര തന്നെ. അല്ലാതെ ഇന്ന മോഡലാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഇതാണ് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫുൾ ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അത് മാത്രം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡൽ. It is used to estimate the effort required for prototyping project and project where the software is developed by composing existing components. What do you mean by prototyping project? Prototype നമ്മൾ പഠിച്ചതാണ്. എന്താ അത്? അതായത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റം ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് അത് അങ്ങോട്ടേക്ക് റിലീസ് ചെയ്യും അല്ലേ. ചിലപ്പോൾ അത് കംപ്ലീറ്റ് പോലും ആയിട്ടുണ്ടാവില്ല, പക്ഷെ ആ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് അതിൽ വേണ്ടുന്ന ഇൻക്രിമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത് ആ പ്രൊജക്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് പ്രോട്ടോടൈപ്പിംഗ്. ഇനി അഥവാ തീരെ നമ്മുടെ സോഫ്റ്റ്വെയർ ഓക്കെ അല്ല എങ്കിൽ വി ക്യാൻ ത്രോ അവേ പ്രോട്ടോടൈപ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? It supports the estimation of effort required for prototyping projects and projects where the software is developed by composing existing components. ഇവിടെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ പോയിന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ പോയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ പോയിന്റ് യൂസ് ചെയ്യാന്ന് പറയുമ്പം ഇവിടെ 4 സിംപ്ലർ എസ്റ്റിമേറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ആപ്ലിക്കേഷൻ പോയിന്റിന്റെ തന്നെ 4 മെയിൻലി 4 ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മെയിൻലി 4 ഫാക്ടേഴ്സ് ആണ് ഈ ആപ്ലിക്കേഷൻ പോയിന്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെപ്പറേറ്റ് സ്ക്രീൻ ഓർ വെബ് പേജസ് ദാറ്റ് ആർ ഡിസ്പ്ലേഡ്. ഒരു സോഫ്റ്റ്വെയറിൽ എത്ര ഡിഫറെന്റ് വെബ് പേജസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതൊരു ആപ്ലിക്കേഷനാണ്. ഒരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫീച്ചർ ആണ് എന്ത്? നമ്പർ ഓഫ് വെബ് പേജസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിപ്പോർട്ട്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ്. സെക്കൻഡ് വൺ എന്താ? നമ്പർ ഓഫ് റിപ്പോർട്ട്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ്. തേർഡ് വൺ നമ്പർ ഓഫ് മൊഡ്യൂൾസ്. നമ്പർ ഓഫ് മൊഡ്യൂൾസ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഡിഫറെന്റ് മൊഡ്യൂൾസ് ഉണ്ടാവും അല്ലേ, ഒരു സോഫ്റ്റ്വെയറിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊഡ്യൂൾസ് ഉണ്ടാവും. ആ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഡിഫറെന്റ് നമ്പർ ഓഫ് മൊഡ്യൂൾസ് ഇൻ ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ആൻഡ് ലാസ്റ്റ് വൺ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഓർ ഡാറ്റാബേസ് പ്രോഗ്രാമിംഗ് കോഡ്. നമ്മുടെ പ്രോഗ്രാമിലെ നമ്പർ ഓഫ് ലൈൻസ്. ഇത്രയും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ പോയിന്റ്. ആ ആപ്ലിക്കേഷൻ പോയിന്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ പോയിന്റ് അകത്ത് ഫീച്ചേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒന്ന് നമ്പർ ഓഫ് സെപ്പറേറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ വെബ് പേജസ് ആവാം. സെക്കൻഡ് വൺ നമ്പർ ഓഫ് റിപ്പോർട്ട്സ്. തേർഡ് വൺ നമ്പർ ഓഫ് മൊഡ്യൂൾസ് ഇൻ ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആൻഡ് ഫോർത്ത് വൺ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും എന്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ പോയിന്റ് ഇൻ എ പ്രോഗ്രാം ക്യാൻ ബി ഡിറൈവ്ഡ്. ഓക്കെ, അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ഈ ആപ്ലിക്കേഷൻ പോയിന്റിനനുസരിച്ചിട്ട് നമ്മുടെ എസ്റ്റിമേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം.
ആപ്ലിക്കേഷൻ പോയിന്റിനെ ബേസ് ചെയ്ത് നമ്മുടെ എസ്റ്റിമേറ്റ് എന്തായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയിൻലി ബേസ്ഡ് ഓൺ ഡെവലപ്പേഴ്സ് എക്സ്പീരിയൻസ് ആൻഡ് ദി കാപ്പബിലിറ്റി. ഓക്കെ, ഇവിടെ ഈ അതുപോലെ ഇവിടെ ഒരു പേര് കാണുന്നത് കേസ് ടൂൾ. ഈ കേസ് ടൂൾ വെച്ചിട്ടായിരിക്കും കാപ്പബിലിറ്റി മെഷർ ചെയ്യുന്നുണ്ടാവുക. കാപ്പബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരാണ് കേസ് ടൂൾ. കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതാണ് കേസ് ടൂൾ എന്ന് പറയുന്നത്. അതെന്താ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതായത് നമ്മുടെ SDLC ആക്ടിവിറ്റീസ് ഇല്ലേ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആക്ടിവിറ്റീസ്, പലതരം ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പ്ലാനിങ്, അതുപോലെ ഇംപ്ലിമെന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആക്ടിവിറ്റീസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യുക, അതാണ് കേസ് ടൂളിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. അപ്പോൾ ആ കേസ് ടൂൾ ഉപയോഗിച്ചിട്ടും അതുപോലെ ഡെവലപ്പേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെ ആരൊക്കെയായിരിക്കും. ഒന്ന് ഡെവലപ്പേഴ്സിന്റെ എക്സ്പീരിയൻസ്, മറ്റൊന്ന് കാപ്പബിലിറ്റീസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ടൂൾ. ആ സോഫ്റ്റ്വെയർ ടൂളിന്റെ പേരാണ് കേസിന്റെ ഫുൾ ഫോം കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓട്ടോമേറ്റിംഗ് ദി SDLC ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനിയും ഇവിടെ നിങ്ങൾക്കൊരു ഫോർമുല കാണാം. ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡൽ എങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനുള്ള ഫോർമുലയാണ് ഇവിടെ ഉള്ളത്. ദാറ്റ് ഈസ് PM. എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സൺ മന്ത്സ് അല്ലെ. അതായത് പേഴ്സൺ മന്ത്സ് എന്ന് പറഞ്ഞാൽ എന്താ, എഫേർട്ട് തന്നെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എഫേർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പേഴ്സൺ മന്തിന്റെ ബേസിലാണ്. അപ്പോൾ PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ മന്ത്, ദാറ്റ് ഈസ് ദി എഫേർട്ട് എസ്റ്റിമേറ്റ് ഓഫ് പേഴ്സൺ മന്ത്. ഓക്കെ, equal to NAP into 1 minus percentage reuse divided by 100 divided by prod. Prod എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, NAP എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ പോയിന്റ്സ്, അതിനാണ് NAP എന്ന് പറയുക. അപ്പോൾ PM എന്ന് പറഞ്ഞാൽ പേഴ്സൺ മന്ത്, NAP എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ പോയിന്റ്, റീയൂസ് എന്താണെന്ന് അറിയാം, ദെൻ പ്രോഡ് എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡലിന്റെ ഫോർമുല. PM ഈക്വൽ ടു NAP ഇൻറ്റു 1 മൈനസ് പെർസെൻറ്റേജ് റീയൂസ് ഡിവൈഡഡ് ബൈ 100 ഡിവൈഡഡ് ബൈ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ PM എന്ന് പറയുന്നത് എഫേർട്ട്, NAP എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ പോയിന്റ്, ദെൻ പെർസെൻറ്റേജ് റീയൂസ് എന്ന് വെച്ചാൽ എന്താ, ദ എമൗണ്ട് ഓഫ് റീയൂസ്ഡ് കോഡ് ഇൻ ദി ഡെവലപ്മെന്റ്. Percentage of reused code അല്ലെങ്കിൽ amount of reused code in the development. Last one productivity. Application point productivity. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പോയിന്റ് പ്രൊഡക്ടിവിറ്റി നമുക്ക് എവിടെ നിന്ന് കിട്ടുക, അതിനാണ് ഇവിടെ ഒരു ഫിഗർ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടും. എങ്ങനെയാണ് കിട്ടുക, ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഡെവലപ്പേഴ്സിന്റെ എക്സ്പീരിയൻസ്, കാപ്പബിലിറ്റി, അതുപോലെ കേസിന്റെ മെച്യൂരിറ്റി ആൻഡ് കാപ്പബിലിറ്റി, അത് വെച്ചിട്ടാണ് പ്രൊഡക്ടിവിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഡെവലപ്പേഴ്സിന്റെ എക്സ്പീരിയൻസ് വെരി ലോ ആണെങ്കിൽ അപ്പോൾ കേസ് മെച്യൂരിറ്റി ആൻഡ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത് വെരി ലോ തന്നെ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 4 ആണ്. പ്രൊഡക്ടിവിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4. ദെൻ ലോ ആണ് ഡെവലപ്പേഴ്സിന്റെ എക്സ്പീരിയൻസ് എങ്കിൽ പ്രൊഡക്ടിവിറ്റി എത്രയായിരിക്കും, 7. നോമിനൽ ആണെങ്കിൽ പ്രൊഡക്ടിവിറ്റി 13, ഹൈ ആണെങ്കിൽ 25, വെരി ഹൈ ആണെങ്കിൽ 50. അപ്പോൾ ഇതാണ് ഈ വാല്യൂ ആണ് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്, ഈ പ്രൊഡക്ടിവിറ്റി എന്നുള്ളിടത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി വാല്യൂസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ പ്രൊഡക്ടിവിറ്റിയുടെ വാല്യൂ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വെരി ലോ ആണ് ഡെവലപ്പേഴ്സിന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ ഇപ്പോൾ വെരി ലോ എക്സ്പീരിയൻസ്ഡ് ഡെവലപ്പേഴ്സ് ആണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രൊഡക്ടിവിറ്റിയുടെ വാല്യൂ 4 അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ ലോ ഡെവലപ്പേഴ്സ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കേസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലോ ആണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റിയുടെ വാല്യൂ 7 അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വാല്യൂ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കണം, ഓരോ ഡെവലപ്പേഴ്സിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചും പ്രൊഡക്ടിവിറ്റിയിൽ മാറ്റം വരും. ഇപ്പോൾ ഹൈ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺ എന്നാണ് പറയുന്നതെങ്കിൽ പ്രൊഡക്ടിവിറ്റി യു ക്യാൻ അപ്ലൈ 50. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ പോയിന്റ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ കോമ്പോസിഷൻ മോഡലിന്റെ ഫോർമുല എന്ന് പറയുന്നത് PM ഈക്വൽ ടു NAP ഇൻറ്റു 1 മൈനസ് പെർസെൻറ്റേജ് റീയൂസ് ബൈ 100 ഡിവൈഡഡ് ബൈ പ്രൊഡക്ടിവിറ്റി. ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ എഫേർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു അപ്ലൈ ദാറ്റ് വാല്യൂ ഇൻ ദ ഫോർമുല. ഈ പ്രൊഡക്ടിവിറ്റിയുടെ വാല്യൂ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറിഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഏർലി ഡിസൈൻ മോഡൽ.
ഈ മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഏർലി സ്റ്റേജസ് ഓഫ് ദി പ്രൊജക്ട് ആയിരിക്കും അല്ലേ? ഏർലി ഡിസൈൻ എന്നല്ലേ പറയുന്നത്. സോ ദിസ് മോഡൽ ക്യാൻ ബി യൂസ് ഡ്യൂറിംഗ് ദി ഏർലി സ്റ്റേജസ് ഓഫ് അവർ പ്രൊജക്ട്. അപ്പോൾ ഏർലി ഡിസൈൻ മോഡൽ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ക്യാൻ അസ്യൂം ദി യൂസർ റിക്വയർമെന്റ്സ് ദാറ്റ് ഹാവ് ബീൻ എഗ്രീഡ് ആൻഡ് ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ദി ഡിസൈൻ പ്രോസസ് ആർ അണ്ടർ വേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് മേക്ക് എ ക്വിക്ക് ആൻഡ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. ഇവിടെ നിങ്ങളുടെ റോൾ എന്താ? നിങ്ങൾ എന്താ വിചാരിക്കേണ്ടത്? ഇനീഷ്യൽ സ്റ്റേജസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് എല്ലാ റിക്വയർമെന്റ്സും എഗ്രി ചെയ്തു, ഇനീഷ്യൽ സ്റ്റേജ് അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു അസംഷനിൽ വേണം ഏർലി ഡിസൈൻ മോഡൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഗോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് എ ക്വിക്ക് ആൻഡ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് യുവർ ഗോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ഫോർമുല, അതായത് കോസ്റ്റ് എസ്റ്റിമേഷൻ സ്റ്റാൻഡേർഡ് ഫോർമുല ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? എഫേർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോർമുല, വാട്ട് ഇസ് ദ സ്റ്റാൻഡേർഡ് ഫോർമുല? PM or effort equal to A into size raised to B into M. അതാണ് സ്റ്റാൻഡേർഡ് ഫോർമുല. മറക്കരുത്, അതാണ് സ്റ്റാൻഡേർഡ് ഫോർമുല. ആപ്ലിക്കേഷന്റെ ഫോർമുല മാറ്റമാണ്, ആപ്ലിക്കേഷൻ കമ്പോസിഷൻ മോഡലിന്റെ ഫോർമുല മാറ്റമാണ്. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കണം. സ്റ്റാൻഡേർഡ് ഫോർമുല എന്താണെന്നുള്ളതും ഓർമ്മിച്ച് വെക്കണം. ഒരുപാട് കേസസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, 1-2 കേസസിൽ മാത്രമേ സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ് ചെയ്യാതുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഇതേ ഇക്വേഷൻ ആണ്, PM ഈക്വൽ ടു A ഇൻറ്റു സൈസ് റൈസ് ടു B ഇൻറ്റു M. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണ്? റിക്വയർമെന്റ്സ് ഒക്കെ എഗ്രി ചെയ്തു എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഈ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ടൊന്നും നമ്മൾ എടുക്കണ്ടല്ലോ, നമ്മൾക്ക് ഓൾറെഡി എന്തുണ്ട്? പിന്നെ ഫോർമുലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഫോർമുലാസ് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്ത് കൊടുക്കണം. പക്ഷെ ഇവിടെ ഓരോന്നിനും വാല്യൂസ് ഉണ്ട്. അതായത് എ എന്ന് പറയുന്ന ആളുടെ വാല്യൂ, എ ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ? എ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ഫാക്ടർ ആണ്. ആ കോൺസ്റ്റന്റ് ഫാക്ടർ എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലോക്കൽ ഓർഗനൈസേഷൻ പ്രാക്ടീസസ് ആൻഡ് ദി ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഇസ് ഡെവലപ്ഡ്. അതാണല്ലോ എ എന്ന് പറയുന്ന മെഷർമെന്റ്. അപ്പൊ എയുടെ വാല്യൂ 2.94 ആയിരിക്കും. ഓൾവേസ് എയുടെ വാല്യൂ എന്താ? 2.94 ഇൻ ഏർലി ഡിസൈൻ മോഡൽ. ഇൻ ഏർലി ഡിസൈൻ മോഡൽ എ ഈക്വൽ ടു 2.94. ഇവിടെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു വേർഡ് കാണാം, കെ ലോക്ക്. ഓർ കേസ് ലോക്ക് എന്നും പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ലൈൻ ഓഫ് കോഡ് അല്ലെങ്കിൽ സോഴ്സ് ലൈൻ ഓഫ് കോഡ്, അതാണ് SLOC അല്ലെങ്കിൽ ലോക്ക്. ഇവിടെ കെ ലോക്ക് എന്ന് കാണുന്നുണ്ട്. എന്താ ഈ കെ ലോക്ക് എന്ന് പറഞ്ഞാൽ? കെ മീൻസ് 1000. നമ്മൾ 20K 20 into 1000 ചെയ്യാറില്ലേ? ആ സംഭവമാണ് എന്ത്? ഈ കെ ലോക്ക്. നിങ്ങൾക്ക് തരുന്ന ലൈൻ ഓഫ് കോഡ്, ഇപ്പം 10 ലൈൻസ് ഓഫ് കോഡാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ 10 into 1000 എന്ന് ചെയ്യണം. അതാണ് സൈസ്. ഓക്കെ ആണല്ലോ? എയുടെ വാല്യൂ എത്രയാ? 2.94. ഇവിടെ സൈസ് എന്ന് പറയുന്നത് കെ ലോക്ക് ആണ്. കെ ലോക്ക് എന്ന് പറഞ്ഞാൽ 1000 into നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്. ബി എന്ന് പറയുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഉണ്ടല്ലോ അവിടെ. ആ ബിയുടെ വാല്യൂ 1.1 മുതൽ 1.24 വരെ ആയിരിക്കും. ഇതിനുള്ളിലുള്ള ഏതെങ്കിലും വാല്യൂ 1.1 to 1.24 ഇത് തന്നെയായിരിക്കും. ഇതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ബി. ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫാക്ടർ അല്ലേ? ദാറ്റ് ഈസ് ദി കോംപ്ലക്സിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ. നമ്മൾ അൽഗോരിതമിക് കോസ്റ്റ് മോഡലിൽ ബിയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജനറൽ ഫോർമുലേൻ്റെ അകത്ത് ബിയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ആ വാല്യൂ എത്രയാ? 1 to 1.5 ആണ്. 1നും 1.5നും ഇൻ ബിറ്റ്വീനിലാണ് അൽഗോരിതമിക് കോസ്റ്റ് മോഡൽ എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ പറഞ്ഞത്. ഏർലി ഡിസൈൻ മോഡലിൽ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ബിയുടെ വാല്യൂ പറയുന്നത് 1.1 to 1.24. 1.1 to 1.24. It depends upon the novelty of the project. ഇപ്പം ഹൈലി ന്യൂ കോൺസെപ്റ്റ് ഒക്കെ ആണെങ്കിൽ 1.24 ആയിരിക്കും ബിയുടെ വാല്യൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബിയുടെ വാല്യൂ വാല്യൂ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഇൻ ബിറ്റ്വീൻ ഇതായിരിക്കും, ഈ റേഞ്ചിലായിരിക്കും ബിയുടെ വാല്യൂ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇവിടെ വേറെ എന്താണ്? എം ഉണ്ട്. എം എന്ന് പറയുന്നത് മൾട്ടിപ്ലെയർ ആണ്. അപ്പോൾ ഈ മൾട്ടിപ്ലെയർ എന്ന് പറയുന്നത് ഇവിടെ 7 മൾട്ടിപ്ലെയേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ കാണുന്നുണ്ടാവും എം ഈക്വൽ ടു PERS, പേഴ്സ്, അതുപോലെ RCPX, RUSC, PDIF, PREX എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് 7 മൾട്ടിപ്ലെയേഴ്സ്. അപ്പൊ ഇതൊക്കെ എന്താണ്? അപ്പൊ മൾട്ടിപ്ലെയർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഇറ്റ് റിഫ്ലെക്ട്സ് ദി capability of the developer, non-functional requirement, the familiarity with the development platform. ഇതൊക്കെയാണ് ഈ മൾട്ടിപ്ലെയർ എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ ഓരോന്നും ഇവിടെ കണ്ട ഓരോ ടേമിൻ്റെയും ഫുൾ ഫോം ആണ് ഇവിടെയല്ല. ഫുൾ ഫോം അല്ല, ഇതൊരു ഷോർട്ടായിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. RCPX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റിലയബിലിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി. RCPX എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്റ്റ് റിലയബിലിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി. RUSC എന്ന് വെച്ചാൽ റീയൂസ് റിക്വയർഡ്. PDIF പ്ലാറ്റ്ഫോം ഡിഫിക്കൽറ്റി. PREX പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇതിന്റെ ഷോർട്ട് ഫുൾ ഫോം എന്നല്ല, അതിനൊന്ന് ജസ്റ്റ് ഒരു ഇതായിട്ട് ഷോർട്ടാക്കി എഴുതുന്നത് മാത്രം. അതിന്റെ ഫുൾ ഫോം എന്ന് പറയാൻ പറ്റില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് PREX. PERS എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സണൽ capability. Then SCED required schedule. FCIL എന്ന് വെച്ചാൽ the team support facility. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൾട്ടിപ്ലയേഴ്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലയർ ആയിരിക്കും ഈ ഇക്വേഷനിൽ വരുന്നുണ്ടാവുക. ഈ M എന്ന് പറയുന്ന പ്ലേസിൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് 7 മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ മൾട്ടിപ്ലയേഴ്സ് നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യുക? ഈ എമ്മിന്റെ പ്ലേസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മൾട്ടിപ്ലയർ തന്നെ എന്താ? മൾട്ടിപ്ലയർ എന്താണെന്ന് മനസ്സിലായല്ലോ. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്പറിന്റെ ക്യാപ്പബിലിറ്റി, അതുപോലെ പിന്നെ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്, ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ഫെമിലിയാരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏർലി ഡിസൈൻ മോഡലിൽ ഈ 7 മൾട്ടിപ്ലയേഴ്സ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നത് ഇതൊരു 6 സ്കെയിൽ ഫാക്ടർ ആണ്. ഈ മൾട്ടിപ്ലയറിന് തന്നെ വാല്യൂ ഉണ്ട്. അപ്പോൾ അതൊരു 6 സ്കെയിൽ ഫാക്ടർ ആണ്. ഈ 6 സ്കെയിൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള വാല്യൂസ് നിങ്ങൾക്ക് ഈ മൾട്ടിപ്ലയേഴ്സിന് കൊടുക്കാം. 1 മുതൽ 6 വരെയുള്ള വാല്യൂ. ഞാൻ ഒരുപാട് പോയിന്റ് ഇവിടെ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? എയുടെ വാല്യൂ 2.94 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈസ് KLOC പറഞ്ഞു. അതായത് നിങ്ങൾക്ക് കിട്ടിയ ലൈൻ ഓഫ് കോഡിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ സൈസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.1 to 1.24 ആണ്. അത് വാരി ചെയ്തുകൊണ്ടേ ഇരിക്കും, ബട്ട് ഈ റേഞ്ചിലായിരിക്കും ബിയുടെ വാല്യൂ വരുന്നുണ്ടാവുക എന്ന് പറഞ്ഞു. മൾട്ടിപ്ലയേഴ്സ് ഏർലി ഡിസൈൻ മോഡലിൽ 7 മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 7 മൾട്ടിപ്ലയേഴ്സ് തന്നെ 6 സ്കെയിൽ ഫാക്ടർ ആണ്. അപ്പോൾ ആ 6 സ്കെയിൽ ഫാക്ടർ എന്ന് വെച്ചാൽ 1 മുതൽ 6 വരെയുള്ള വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് PERS എന്നൊരു മൾട്ടിപ്ലയർ ഉണ്ടല്ലോ. ആ PERSന്റെ വാല്യൂ 6 ആണെന്ന് വിചാരിച്ചോ. PERSന്റെ വാല്യൂ 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 6 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ PERS എന്ന് എന്താ? പേഴ്സണൽ ക്യാപ്പബിലിറ്റി ആണല്ലേ. അപ്പോൾ ഒരു പേഴ്സൺ എത്രമാത്രം ക്യാപ്പബിൾ ആണെന്ന് നോക്കുന്നതാണ്. അപ്പോൾ അതിന്റെ വാല്യൂ ആയിട്ട് ഇപ്പോൾ 6 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് വെരി ഹൈ എക്സ്പീരിയൻസ്ഡ്. 6 ആണല്ലോ ഏറ്റവും മാക്സിമം വാല്യൂ. അപ്പോൾ വെരി ഹൈ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്, പേഴ്സണൽ ക്യാപ്പബിലിറ്റി. അതുപോലെ ഓരോന്നും പറയാം. അപ്പോൾ പ്ലാറ്റ്ഫോം ഡിഫിക്കൽട്ടി. അപ്പോൾ പ്ലാറ്റ്ഫോം PDIF = 6 കൊടുത്തു വെച്ചോ. അപ്പോൾ എന്താണ്? വെരി ഡിഫിക്കൽട്ടി ആണ്. 6 ആണ് വാല്യൂ എങ്കിൽ വെരി ഹൈ ഡിഫിക്കൽട്ടി ആണ്. ഇനിയിപ്പോൾ 1 ആണ് PDIFന്റെ വാല്യൂ എങ്കിൽ എന്താ? വെരി ലോ ഡിഫിക്കൽട്ടി ആണ്. ആ പ്രോബ്ലം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലോ ഡിഫിക്കൽട്ടി പ്രോബ്ലം ആണ്. അതാണ് അതിന്റെ മീനിങ്. അപ്പോൾ 1 to 6 പറയുമ്പോൾ അതിനനുസരിച്ച് ഇതാവും. ഇപ്പോൾ വെരി ലോ എന്ന് പറഞ്ഞാൽ 2 ആണ് വേണമെങ്കിൽ കുറച്ച് ലോ ആയിരിക്കും. ദെൻ 3 ആണെങ്കിൽ അതിന് കുറച്ചും കൂടി ഇത് നോമിനൽ എന്ന് പറയുന്നത് റേഞ്ച്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള വാല്യൂസ് നിങ്ങൾക്ക് ഏതിന് കൊടുക്കാം? ഈ മൾട്ടിപ്ലയേഴ്സിന് കൊടുക്കാം. ഈ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ? ഏർലി ഡിസൈൻ മോഡൽ ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരിക? ഈ ഏർലി ഡിസൈൻ മോഡൽസിന്റെ എഫേർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരിക, എസ്റ്റിമേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റീയൂസ് മോഡൽ. റീയൂസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ഓൾസോ യൂസ് ടു ഫൈൻഡ് ഔട്ട് ദി എഫേർട്ട് ആണല്ലേ. എഫേർട്ട് റിക്വയർഡ് ടു ഇന്റഗ്രേറ്റ് ദി റീയൂസബിൾ ഓർ ജനറേറ്റഡ് കോഡ്. റീയൂസ് ചെയ്യാൻ പറ്റുന്ന കോഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള എഫേർട്ട്. ഓൾറെഡി കോഡ് ഉണ്ടാവും, പക്ഷെ ആ കോഡിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റീയൂസ് ചെയ്യണം. അപ്പൊ റീയൂസ് ചെയ്യേണ്ട കോഡ് എല്ലാ കോഡും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതൊക്കെ പാർട്ട് റീയൂസ് ചെയ്യാം? അല്ലെങ്കിൽ ചില കോഡ്സ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവുന്ന കോഡ് ഏതൊക്കെയാണ്? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള കോഡ് ഉണ്ടാവില്ലേ, അതിനെ റീയൂസ് ചെയ്യാൻ പറ്റില്ല. അതിലേതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും അത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട് എത്രയാണ്? റീയൂസ് മോഡൽ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി എഫേർട്ട് റിക്വയർഡ് ടു ഇന്റഗ്രേറ്റ് ദി റീയൂസബിൾ
or generated code. ഈ ലാർജ് ഓർഗനൈസേഷൻസ് ഒക്കെ ഏർലി യൂസ് ചെയ്തിട്ടുള്ള കോഡ് തന്നെയായിരിക്കും റീയൂസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒരു വലിയ വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്താ ഓൾറെഡി ഉള്ള കോഡിനെ തന്നെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യലായിരിക്കും. അപ്പൊ അതിന് എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന കോഡ് എത്രയുണ്ട്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് ആരുടെ മെയിൻ എയിം. അതിന്റെ എസ്റ്റിമേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് റീയൂസ് മോഡലിന്റെ എയിം. അപ്പൊ കോക്കോമോ 2 two different types of reused codes ഉണ്ട്. In COCOMO 2, two different types of reused code. First one is black box code. അപ്പോൾ ഒബിയസ്ലി സെക്കൻഡ് വൺ എന്തായിരിക്കും? വൈറ്റ് ബോക്സ് കോഡ് ആയിരിക്കും. അപ്പോൾ ബ്ലാക്ക് ബോക്സ് കോഡ് എന്താണ്? ഇറ്റ് ഈസ് ദി കോഡ് ദാറ്റ് ക്യാൻ ബി റീയൂസ്ഡ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി കോഡ്. ബ്ലാക്ക് ബോക്സ് കോഡ് എന്താണ്? ദാറ്റ് ക്യാൻ ബി റീയൂസ്ഡ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി കോഡ് ഓർ മേക്ക് ചേഞ്ചസ് ടു ഇറ്റ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ബ്ലാക്ക് ബോക്സ് കോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് എന്താണ് റീയൂസ് ചെയ്യുന്നത്, അല്ലെ എന്താണ് ആ കോഡെന്ന് പോലും അറിയാതെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ കോഡിനെ റീയൂസ് ചെയ്യുക. അല്ലെ അതിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് പോലും അറിയാതെ നമ്മൾ റീയൂസ് ചെയ്യും. നമ്മുടെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങും സെയിം സംഭവം. ഇവിടെ എന്താ പറഞ്ഞത്? ബ്ലാക്ക് ബോക്സ് കോഡ് എന്താണ്? ഇറ്റ് ഇസ് ദാറ്റ് ക്യാൻ ബി റീയൂസ്ഡ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി കോഡ്. ഓക്കെ, അപ്പോൾ വൈറ്റ് ബോക്സ് കോഡ് എന്തായിരിക്കും? White box code is reusable code that has to be adapted to integrate with new code or other reused code. Okay, അപ്പോൾ ഇവിടെ വൈറ്റ് ബോക്സിൽ കൂടുതൽ എഫേർട്ട് വേണ്ടി വരും. കാരണം എന്താ? ഇവിടെ റീയൂസ് ചെയ്യുന്ന കോഡിനെ കുറിച്ച് നമുക്ക് നല്ലോണം നോളജ് ഉണ്ടാവണം, അല്ലെ? വൈറ്റ് ബോക്സ് കോഡിൽ നന്നായിട്ട് ഏതൊക്കെ കോമ്പണൻസ് റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ കോഡ് ന്യൂലി ജനറേറ്റ് ചെയ്ത കോഡ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കോമ്പണൻസ് നമുക്ക് റീയൂസ് ചെയ്യാം, ആ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നല്ലൊരു ഐഡിയ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പേ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ മൈൻഡിൽ വേണം. ആ ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റ് ബോക്സ് കോഡ് വെച്ചിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലാക്ക് ബോക്സ് കോഡിൽ അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. റീയൂസ് ചെയ്യാൻ പറ്റുന്ന കോഡിനെ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് എടുത്തിട്ട് റീയൂസ് ചെയ്യാം. മോഡിഫൈ ആയിട്ടുണ്ടോ അല്ല മോഡിഫൈ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് കോഡ് എടുക്കുക, അതിന്റെ എഫേർട്ട് കംപ്ലീറ്റ് ചെയ്യുക. സംടൈംസ് ആ കോഡ് റീയൂസ് ചെയ്യാൻ പറ്റണമെന്നേ ഇല്ല. അങ്ങനെയുള്ള കോഡ്സ് ഒക്കെ എടുത്ത് നമ്മൾ ബ്ലാക്ക് ബോക്സിൽ വെച്ചിട്ട് റീയൂസ് ചെയ്യും. ബട്ട് വൈറ്റ് ബോക്സിൽ അങ്ങനെയല്ല. ആ നോളജ് നമുക്ക് എന്താണ്, ഏതൊക്കെ കോഡ് ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ കോഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും, അതിന് എത്ര എഫേർട്ട് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയണം. White box code could be automatically generated code that needs manual changes or additions. Okay, അപ്പോൾ വൈറ്റ് ബോക്സ് കോഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി 3 ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണ് ആ 3 ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ, the effort involving assessing whether or not component could be reused in a system that is developed. First one എന്താ പറഞ്ഞത്? The effort assessing whether or not component could be reused in a system that is being developed. നമ്മൾ എടുത്ത കോഡ് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെ കോമ്പണന്റ് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണോ? First one. Second one, the effort required to understand the code that is being reused. The effort required to understand the code that is being reused. നമ്മൾ എടുത്ത കോഡില്ലല്ലോ, ആ കോഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. കോഡിനെ കംപ്ലീറ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ കോഡിനെ എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റുഡ് ചെയ്യണം. അപ്പോൾ ആ അണ്ടർസ്റ്റുഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടാവുമല്ലോ, അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് എന്താ പറഞ്ഞത്? ദ എഫേർട്ട് റിക്വയർഡ് ടു modify the reused code. The effort required to modify the reused code and integrate it with the system being developed. മോഡിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ റീയൂസ് ചെയ്യുമ്പോൾ മോഡിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഉണ്ടാവില്ലേ, അത് നടത്താനുള്ള ഒരു എഫേർട്ട്. അത് മാത്രമല്ല, ആ മോഡിഫൈ ചെയ്ത ആളെ നമ്മുടെ സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 എഫേർട്ട് നമ്മൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൽ അല്ലെങ്കിൽ വൈറ്റ് ബോക്സ് കോമ്പണൻസിൽ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. റീയൂസിംഗിൽ ഏതൊക്കെയാണ്? ദ എഫേർട്ട് ഇൻവോൾവിംഗ് assessing whether or not the component could be reused. First one. Second one, the effort required to understand the code that is being reused. And third one, the effort required to modify it and integrate with the system being developed. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ വൈറ്റ് ബോക്സ് റീയൂസ് മെത്തേഡ് എഫക്റ്റീവ് ആവുള്ളൂ. ബ്ലാക്ക് ബോക്സിൽ ആ പ്രശ്നമൊന്നുമില്ല. എന്താണ്, കിട്ടിയ കോഡിനെ നമുക്ക് എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാം. അപ്പോൾ അവിടെ എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബ്ലം ഇല്ല. കാരണം എന്താ? അതിനെപ്പറ്റി നമുക്കൊരു നോളജേ ഉണ്ടാവില്ല. സോ
there is no problem there. Okay. ഈ റീയൂസ് മോഡലിൽ നമ്മൾ എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം സാധാരണ നമ്മൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ എഫേർട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്, ഇവിടെ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ് വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് അതിൻ്റെ കൂടെ ഒരാളെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഫാക്ടർ, ഒരു അഡീഷണൽ ഫാക്ടർ ഉണ്ട്. ഇത് നിങ്ങൾക്കൊരു ഇക്വേഷൻ കാണാം. ഈ സ്ലോക്ക് ഈക്വൽ ടു എ സ്ലോക്ക് ഇൻറ്റു 1 minus 80 by 100 into AA. ഇതിന്റെ ഇക്വേഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ്. ഇതിന്റെ ഇക്വേഷൻ എന്താ? കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ്. ഈ സ്ലോക്ക് ഈക്വൽ ടു എ സ്ലോക്ക് ഇൻറ്റു 1 minus 80 by 100 into AAM. ഓരോന്നും എന്താന്ന് പറയാ, ഈ സ്ലോക്ക് എന്ന് പറയുന്നത് ഈക്വാലന്റ് നമ്പർ ഓഫ് ലൈൻസ് ആണ്. ഈക്വാലന്റ് ഈ പറയുന്നത് ഈക്വാലന്റ് ആണ് കേട്ടോ. ഈക്വാലന്റ് എ സ്ലോക്ക് എന്ന് പറയുന്നത് അഡാപ്റ്റഡ് ആണ്. എ സ്ലോക്ക് എന്ന് പറയുന്നത് അഡാപ്റ്റഡ് ആണ്. AT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ്. AT മീൻസ് ഓട്ടോമേറ്റഡ്. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റേഷൻ അഡ്ജസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ഓരോന്നും എന്താ? സ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വാലന്റ്. എ സ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റഡ്. AT പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ്. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അഡാപ്റ്റേഷൻ അഡ്ജസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ. ഇവിടെ ഇക്വേഷൻ കംപ്ലീറ്റ്ലി മാറ്റമാണ്. അപ്പൊ ഇവിടെ എന്താണ്? ദി കോഡ് സൈസ് ഇൻക്ലൂഡ് ന്യൂ കോഡ് ഡെവലപ്ഡ് ഫോർ ദ കോമ്പണന്റ് ദാറ്റ് ആർ നോട്ട് റീയൂസ്ഡ്. ഒന്ന് എന്തൊക്കെയാ പറഞ്ഞത്? കോഡ് സൈസ് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താ? കോഡ് ഡെവലപ്ഡ് ഫോർ ദ കോമ്പണന്റ് ദാറ്റ് ആർ നോട്ട് റീയൂസ്ഡ് പ്ലസ് ആൻ അഡീഷണൽ ഫാക്ടർ. അഡീഷണൽ ഫാക്ടർ, എന്തൊരു അഡീഷണൽ ഫാക്ടർ വേണം? ദാറ്റ് ഇൻവോൾവ് റീയൂസിംഗ് ദി ഇന്റഗ്രേറ്റഡ് എക്സിസ്റ്റിംഗ് കോഡ്. റീയൂസ് ചെയ്യാത്ത കോഡ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ അഡീഷണൽ ഫാക്ടർ എന്തിനാണ്? റീയൂസ് ചെയ്യാൻ പറ്റുന്ന റീയൂസ് ചെയ്യാൻ പറ്റുന്ന ആളുണ്ടാവില്ലേ, ആ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ആളെ നമ്മുടെ കോഡുമായിട്ട് സിസ്റ്റവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള എഫേർട്ട്. അപ്പൊ അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഏത് വെച്ചിട്ട്? ഈ സ്ലോക്ക് വെച്ചിട്ട്. ഓക്കെ. അപ്പൊ ഇതിൽ എ സ്ലോക്ക് എന്ന് പറഞ്ഞു, AT എന്ന് പറയുന്നത് നമ്മൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തൊക്കെയാ നമുക്ക് നോക്കാം. ഈ സ്ലോക്ക് എന്ന് പറയുന്നത് ഈക്വാലന്റ് നമ്പർ ഓഫ് ലൈൻസ് ഓഫ് സോഴ്സ് കോഡ്, ഈക്വാലന്റ് നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ന്യൂ സോഴ്സ് കോഡ്. അതായത് പുതുതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത സിസ്റ്റം ഉണ്ടാവില്ലേ, ആ ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിലെ ഈക്വാലന്റ് നമ്പർ ഓഫ് ലൈൻസ്. അതായത് പണ്ടത്തെ സിസ്റ്റം ഇപ്പോഴത്തെ സിസ്റ്റം നമ്മൾ കമ്പയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. റീയൂസ് ചെയ്യലാണ് ഇവിടെ കമ്പാരിസൺ നടത്തുന്നത്. അപ്പൊ ഈക്വാലന്റ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്താ? എ സ്ലോക്ക്. എ സ്ലോക്ക് എന്ന് വെച്ചാൽ അഡാപ്റ്റഡ് ആണ്. അപ്പൊ അഡാപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ദി നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ് in the reused component that has to be changed. നമ്മൾ എന്തെങ്കിലും കോഡിന്റെ റീയൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത കുറെ സോഴ്സ് കോഡ് ഉണ്ടാവും. അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അഡാപ്റ്റഡ് ലൈൻസ് ഓഫ് കോഡ് ആണ്. അവിടെ എന്താണ്? എസ്റ്റിമേറ്റ് ദി നമ്പർ ഓഫ് കോഡ് ഇൻ ദി റീയൂസ്ഡ് കോമ്പണന്റ് ദാറ്റ് ഹാവ് ടു ബി ചേഞ്ച്. റീയൂസ് ചെയ്യാൻ വേണ്ടി കുറെ കോഡ് എടുത്തിട്ടുണ്ടാവും. അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ AT എന്ന് പറഞ്ഞാൽ എന്താ? The percentage of reused code that can be modified automatically. Automated എന്നാണ് ATയുടെ ഫുൾ ഫോം. അവിടെ എന്താണ്? The percentage of reused code that can be modified automatically. Last one AAM. Adaptation of adjustment multiplier ആണല്ലോ. അതെന്താണ്? Additional efforts required to reuse the components. Additional effort that is used to require the reuse components. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നമുക്ക് വേണം. ഈ ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? റീയൂസ് മോഡലിന്റെ എസ്റ്റിമേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ നടത്തുക, പഴയ സിസ്റ്റവും നമ്മുടെ പുതിയ സിസ്റ്റവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അപ്പോൾ ഈ സ്ലോക്ക് എന്ന് പറയുന്നത് ഈക്വലന്റ് നമ്പർ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കണം. എ സ്ലോക്ക് എന്ന് പറയുന്നത് അഡാപ്റ്റഡ് ആണ്. ആ അഡാപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ് ഇൻ ദ റീയൂസ്ഡ് കോമ്പണന്റ് ദാറ്റ് ഹാസ് ബി ചേഞ്ച്ഡ്. എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ദെൻ AT എന്ന് പറയുന്നത് റീയൂസ് ചെയ്ത കോഡ് അത് ഓട്ടോമാറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ AAM എന്ന് പറയുന്നത് അഡീഷണൽ എഫേർട്ട്. AAM എന്താണ്? അഡീഷണൽ എഫേർട്ട്. റിമൈനിങ് പോർഷൻ we can discuss later.